ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും. നമ്മുടെ നീന ചേച്ചി ഇവിടെ ചെറുപ്പം മുതലേ ഒരു സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നമാണ് ഏസ് ഇന്ന് നീന ചേച്ചിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തില്, ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു, ആരോടൊക്കെ നമുക്ക് മനസ്സിനുള്ളിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാറുണ്ടാവൂലേ ഏസിനെ കുറിച്ചും അതേപോലെ കുടുംബത്തെ കുറിച്ചും, ആ ഒരു വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാം. എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നമ്മളുടെ ഏസ് കോച്ചിങ് സെന്ററിനോട് തന്നെയാണ്. പിന്നെ അതുകൂടാതെ എൻ്റെ ഭർത്താവ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും എനിക്ക് ഈ ഒരു ഇതിലെത്താൻ കഴിയില്ല. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരോടും, കാരണം അവരുടെയും കൂടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇന്നിവിടെ വരാൻ സാധിച്ചത്. പിന്നെ എന്താ ഒരു പ്രൗഡ് മൊമെന്റ് ആണെന്ന് തന്നെ പറയാം. ഏസ് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? എന്റെ സ്വപ്നം എനിക്ക് ലഭ്യമാകാൻ പോകുന്നത് ഏസിലൂടെ ആയിരിക്കും എന്ന് തോന്നിയ ആ ഒരു നിമിഷം എന്തായിരുന്നു? ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കാറുണ്ടായിരുന്നു, കുറേ മുന്നേ തന്നെ പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു നല്ല ഗൈഡൻസും കൂടെ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് വെച്ച് ഏറ്റവും നല്ലൊരു കോച്ചിങ് സെൻ്ററാണ് നമ്മുടെ ഏസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതല്ലാതെ വേറൊരു ചോയ്സ് എൻ്റെ മുന്നിലില്ല. അങ്ങനെയാണ് ഞാൻ ഏസിൽ എത്തിപ്പെട്ടത്. അതായത് ഇവിടെ മറ്റൊരു ചോയ്സ് ഇല്ല, ടോപ്പർ ആവണമെങ്കിൽ ഏസിൽ തന്നെ പഠിക്കണമെന്നാണ് നീന പറഞ്ഞത്. എന്നാലും LPG UPG ഒക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ അടുത്ത വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താ പറയാ, നമുക്ക് അങ്ങനെ ഒരു കഴിവില്ല, നമുക്ക് പഠിക്കാനുള്ളൊരു മനസ്സും നമുക്ക് അങ്ങനെ ഒരു കഴിവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു നല്ലൊരു സപ്പോർട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നു ചേരുക. അവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും അവർ തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ചോദിക്കാതെ തന്നെ അവർ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഏറിയിട്ടല്ല, നമുക്ക് ഒരിക്കലും കുറഞ്ഞു പോയിട്ടില്ല. എങ്ങനെ ഏത് നോക്കുകയാണെങ്കിലും, ഇപ്പം മെറ്റീരിയൽ വൈസ് ആണെങ്കിലും എക്സാം വൈസ് ആണെങ്കിലും ഏത് മേഖല നോക്കുകയാണെങ്കിലും നമുക്ക് കൂടിപ്പോയി എന്നല്ല, നമുക്ക് കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഏസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ചേരുക. നല്ല റാങ്കോട് കൂടിയിട്ട് ഇനി വരുന്ന എക്സാമുകളൊക്കെ നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ. എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഒരുപോലെ പറയാണ്, ഏസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ടോപ്പർ ആവാനുള്ളത്. എന്തായാലും നമ്മുടെ ടോപ്പർ നീന ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്. നമ്മുടെ ഈ ഒരു അനുഭവം ബാക്കി എല്ലാവരുമായിട്ട് പങ്കുവച്ചതിന് താങ്ക് യു സോ മച്ച്.